ഇന്നതേ പുലർച്ചെ 3 മണിക്കായപ്പോൾ നമ്മൾ ദുബായ് എയർപോർട്ടിൽ അളിയനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ണിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ, നല്ല കൂട്ടുവായിരുന്നുണ്ട്. അളിയൻ UK നിന്നാണ് വരുന്നത്, ചേച്ചിനും ഉണ്ണീനെയും തിരിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അമ്മയ്ക്ക് UK വിസ എടുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്കും ചേച്ചിക്കും ഒരുമിച്ച് ദുബായിൽ നിന്ന് UK പോകാം അങ്ങനെയായിരുന്നു പ്ലാന്. പക്ഷേ അമ്മേരെ വിസ വീണ്ടും രണ്ടാമതും റിജക്റ്റ് ആയതുകൊണ്ട് അമ്മയ്ക്ക് UK പോകാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അളിയൻ ചേച്ചിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ചേച്ചിയും ഉണ്ണിയും 2 മാസം നാട്ടിലുണ്ടായിരുന്നു, അപ്പോൾ അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തിരിച്ച് UK നിന്ന് നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. നാട്ടിലേക്കല്ല, ദുബായിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി 2 ദിവസം കൂടി ഉണ്ടാവുള്ളൂ കേട്ടോ അളിയനും ചേച്ചിയും നമ്മുടെ കൂടെ. അത് കഴിഞ്ഞ് അവർ തിരിച്ച് UK തന്നെ പോകും കേട്ടോ. പിന്നെ വൈഗമോൾ ഇതുവരെ വന്നിട്ടില്ല. വൈഗമോൾ അവിടെ തന്നെയാണ് കേട്ടോ, UK തന്നെ അവളുടെ ഫ്രണ്ടിൻ്റെ അവിടെ ആക്കിയിട്ടാണ് അളിയൻ ചേച്ചിനെ എടുക്കാൻ വേണ്ടി നാട്ടിലേക്ക് വന്നേട്ടോ. അപ്പം ഞങ്ങളാണെങ്കിൽ ഇത്തിരി നേരത്തെ വന്നു, ചെറിയ ലേറ്റ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത്തിരി നേരത്തെ തന്നെ വന്നു. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പറഞ്ഞ് ദേ അളിയും വന്നു കേട്ടോ. കുറേ നാളായി നമ്മൾ അളിയനെയും കണ്ടിട്ട്. എല്ലാവർക്കും ജോലിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പല രാജ്യത്ത് പല സ്ഥലത്ത് ഒക്കെയാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഒരു ഫാമിലി ഇയർലി ഒരു വെക്കേഷൻ ട്രിപ്പൊക്കെ ആകുമ്പോഴാണ് എല്ലാവരും ഒരുമിച്ച് കാണുന്നത്. കുഞ്ഞുണ്ണിക്ക് എന്തായാലും അളിയനെ മനസ്സിലായി. അവൾ വേഗം അച്ഛൻ്റെ അടുത്തേക്ക് പോയിട്ടോ. ഇത് വേഗം അച്ഛൻ്റെ ഒക്കത്തേക്ക് ചാടി കയറി. ഉണ്ണികൾ ആരും ഉറങ്ങിയില്ല കേട്ടോ. സ്വതവേ നിതിമോൾ കാലത്ത് ഒരു പുലർച്ചെ ടൈമിലാണ് അവൾ എഴുന്നേൽക്കുക. അവളുടെ ദിനചര്യങ്ങളിലേക്കും അവൾ കാലത്ത് തന്നെ ഒരു 3 മണി 4 മണിക്കുള്ളിൽ അവൾ ചെയ്ത് തീർത്ത് പാലേക്കും കുടിച്ച് അവൾ വീണ്ടും കിടന്നുറങ്ങും കേട്ടോ. അതാണ്, അതുകൊണ്ട് അവളുടെ ടൈമാണ് ഈ ഒരു ടൈം, 3 മണി 4 മണി. അതുകൊണ്ട് തന്നെ അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അച്ഛൻ എന്തായാലും വെയിറ്റ് ചെയ്തിരുന്ന് കണ്ടു. അതിനുശേഷം ഞങ്ങളെല്ലാവരും പുറത്തേക്ക് കടന്നു കേട്ടോ. പുറത്തേക്ക് കടന്നപ്പോൾ നല്ലൊരു വ്യൂ കേട്ടോ. എയർപോർട്ടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളേക്കും കണ്ടിട്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് വന്നു കേട്ടോ. റൂമിലേക്ക് വന്ന ഒരു പുലർച്ചെ 4:30 ആ ടൈമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോഴേക്കും നല്ലൊരു ചൂടുള്ളൊരു കാപ്പി നമ്മളുണ്ടാക്കി അധികം കൊടുത്തു. അപ്പോഴേക്കും ഇവിടുന്ന് UK നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പെട്ടി പൊട്ടിക്കലാണ് കേട്ടോ. കുഞ്ഞാറ്റയ്ക്കും കുറേ മിഠായികളും, പിന്നെ ഉണ്ണികളുടെ ഏറ്റവും ഫേവറേറ്റ് ആണ് അവർക്ക് പാവക്കുട്ടീനെ വേണം. ഇന്ന് ഇവിടെ പോയാലും പാവക്കുട്ടീനെ വാങ്ങലാണ് കേട്ടോ. അപ്പോൾ അതും അളിയൻ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാനും ചേച്ചിയും കൂടിയിട്ട് കുറച്ച് കിച്ചണിൽ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ചേട്ടൻ അവിടെ അളിയൻ എന്താ ചേട്ടന് സ്പെഷ്യൽ സാധനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാ, തക്കാമക്ക കൊണ്ടുവന്നിട്ടുണ്ട് UK കേട്ടോ. അങ്ങനെ അളിയനും ഹാപ്പിയായി. അങ്ങനെ കുപ്പി കിട്ടിയ സന്തോഷത്തിൽ ചേട്ടനും പാവക്കുട്ടികളെ കിട്ടിയ സന്തോഷത്തിൽ ഉണ്ണികളും വളരെ ഹാപ്പി ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ചായക്കും കുടിച്ച് ഞങ്ങളെല്ലാവരും കുറച്ചു നേരം പോയി കിടന്നുറങ്ങിട്ടോ.